ഹേ ഗായ്സ്, ഇന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് അടുക്കളയിലേക്ക് പെട്ടെന്ന് പണി തീർക്കാലോ വിചാരിച്ച് ഇറങ്ങിയതാട്ടോ. അങ്ങനെ ഫസ്റ്റ് തന്നെ മീൻകറിയാണ് വെച്ചിന്. പിന്നെ ഞങ്ങൾ ഇന്ന് സ്പെഷ്യലായിട്ട് പൂളക്കറി ഉണ്ടാക്കിന് കേട്ടോ. അങ്ങനെ പൂളയും ചെറുപയറും കൂടെ വേവിച്ചെടുത്ത് അതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും മുളകും മഞ്ഞപ്പൊടിയും ഇല്ലജീരകൊക്കെ ഇട്ട് അങ്ങോട്ട് അടിച്ചെടുത്തിട്ട് അത് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ നമ്മളെ പൂളയിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടോ. അത് നല്ലോണം മിക്സ് ചെയ്ത് അങ്ങോട്ട് ഒടിച്ചെടുത്തപ്പോൾ തന്നെ കറി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നോമ്പ് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയില്ല കേട്ടോ. പൂളക്കറി 1-2 പ്രാവശ്യം മാത്രമാണ് ഉണ്ടാക്കിയത്. അങ്ങനെ അതവിടെ കിടന്നപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മെയിൻ പണിയിലേക്ക് അങ്ങോട്ട് കിടന്ന് വേറെ ഒന്നുമല്ല പത്തിരി ഉണ്ടാക്കല്. ഇതെന്നും പത്തിരി ഉണ്ടാക്കി ഞാൻ അതിൽ എക്സ്പേർട്ട് ആട്ടോ. അതുകൊണ്ട് തന്നെ പത്തിരി ഉണ്ടാക്കൽ ഇപ്പൊ വേഗം കയ്യലുണ്ട്. ഈ പത്തിരി ഉണ്ടാക്കൽ ഫസ്റ്റ് അങ്ങോട്ട് കഴിച്ചാലുള്ള ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ പത്തിരി പണി അവിടെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ കറി ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയത്. ഇന്ന് ചിക്കൻ അല്ല, ഇന്ന് ബീഫ് കറി ഇനി ഉണ്ടാക്കാൻ വിചാരിച്ചിന്. അങ്ങനെ ബീഫിലേക്കുള്ള ഉള്ളിയൊക്കെ അമ്മ സെറ്റ് ആക്കാണ്. അങ്ങനെ അത് അവിടെ അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോത്തിന് പിന്നെ ഞങ്ങൾ പഴം നിറച്ച് ഉണ്ടാക്കാൻ വേണ്ടി പഴം പൊരിച്ച് നല്ല നിറച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ എന്താ ബീഫ് അടുപ്പത്ത് കിടന്ന് വിസിലടിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. കരിക്കനി ഉണ്ടാക്കാൻ വേണ്ടി പാലും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എന്റെ വീട്ടിലുണ്ടായതാട്ടോ. അത് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയി തന്നാണ്. പിന്നെ ഈ ചെറിയ വാഴക്കോല ഇത് ഇവിടെ ഉണ്ടായതുമാണ്. അങ്ങനെ രണ്ടും ഞങ്ങൾ അടുക്കളയിൽ തന്നെ തൂക്കിയിട്ടുണ്ട് കേട്ടോ, പഴുക്കാൻ വേണ്ടിയിട്ട്. പകുതിയും പഴുത്തുണ്ട്. പിന്നെ നേരെ പോയി സമൂസക്കുള്ള മസാല അങ്ങോട്ട് ഉണ്ടാക്കി. അപ്പോഴേക്കും നമ്മളെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് പിന്നെ അണ്ടിയും മുന്തിരി ഇട്ട് അങ്ങോട്ട് വറവ് ചെയ്തിട്ട് നമ്മളെ തരിക്കഞ്ഞി അങ്ങോട്ട് സെറ്റായി. അതവിടെ മാറ്റി വെച്ച് പിന്നെ നമ്മളിതാ സമൂസക്ക് വേണ്ട മാവ് കുഴച്ചും കണ്ട് പരത്തി സമൂസന്റെ മസാല അതിൽ നിറച്ച് അങ്ങോട്ട് പൊരിച്ചെടുത്തിട്ടോ. അപ്പൊ ഇന്നിപ്പോ സമൂസ മാത്രമാണ് നമ്മൾ പലഹാരമായിട്ട് ഉണ്ടാക്കിനെ, വേറെ ഒന്നും ഞങ്ങൾ ഉണ്ടാക്കിയില്ല കേട്ടോ. പിന്നെ ബാക്കി വന്ന മാവുകൊണ്ട് ഞങ്ങൾ 4 കണ്ണച്ചത്തിരി ഉണ്ടാക്കി. അപ്പൊ ഇന്ന് നോമ്പുതറ വിഭവങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്.